അല്ല, ഇതുവരെ ഇപ്പോൾ സന്ദീപ് വാര്യരെ പരിഗണിക്കുന്ന കാര്യം ഇതുവരെ DCC നേതൃത്വം ഇതുവരെ അറിയില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? സ്വാഭാവികമായും നമുക്ക് APCCയുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമേ അതിന് കൃത്യമായ മറുപടി പറയാൻ പറ്റൂ. അല്ല, സ്വാഭാവികമായും ജില്ലയിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 2 സീറ്റുകളാണുള്ളത്, ഉദുമയും തൃക്കരിപ്പൂരും. ഈ ജില്ലയിൽ നിന്നുള്ള ആളുകളെ പരിഗണിക്കണമെന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എടുത്ത തീരുമാനം. അതിന് ഞാൻ ഉറച്ചു നിൽക്കുന്നു. ജില്ലയിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ പരിഗണിക്കണം. അത് ഉദുമയും ഇപ്പോൾ കോൺഗ്രസിന് ഇപ്പോൾ ഉള്ള സീറ്റ് ഒന്ന് ഉദുമ, മറ്റൊരു സീറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കാഞ്ഞങ്ങാട് സീറ്റ് തൃക്കരിപ്പൂർ കോൺഗ്രസ്, കാഞ്ഞങ്ങാട് കേരള കോൺഗ്രസ് ജെക്ക് വിട്ടുകൊടുത്തു. പിന്നെ തൃക്കരിപ്പൂരാണുള്ളത്. അതായത് നമ്മൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എടുത്ത് KPCC അറിയിച്ചൊരു തീരുമാനം എന്ന് പറയുന്നത് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ പരിഗണിക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. അതിൽ DCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഈ വിവരം KPCCയെ അറിയിച്ചിട്ടുമുണ്ട്. അതാണ് ഏത് സാഹചര്യത്തിലാണ് നിലവിൽ ഇപ്പോഴും സന്ദീപ് വാര്യർ എന്ന പേരിലേക്ക് എത്തിയത്? ജില്ലയിൽ നിന്നുള്ള നേതാക്കളെ തഴയാനുള്ള കാരണം അല്ല, അതിപ്പം പറയാനായിട്ടാ. സ്വാഭാവികമായും നമ്മളിപ്പം KPCC നേതൃത്വത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരെയും ബന്ധപ്പെട്ട് വരുന്നേ ഉള്ളൂ. പിന്നെ അതിനുശേഷം നമ്മളിപ്പോൾ ജില്ലയിലെ 2 KPCC ജനറൽ സെക്രട്ടറിമാരും ഞാനും എല്ലാം കാര്യങ്ങൾ കൂടിയാലോചിക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി കാര്യം അതിനുശേഷം പ്രതികരിക്കാം. ഒരു ചർച്ചകളോ ആലോചനകളോ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വവുമായി നടത്തിയില്ല. അല്ല, അതാണല്ലോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞതിൽ അത് കൃത്യമായ മറുപടി ഉണ്ടല്ലോ. നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് ഇപ്പോൾ 2 സ്ഥാനാർത്ഥികൾ ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളാണ്. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷനും അതാണ് അവർ മത്സരിക്കുന്നത്. മറ്റ് പാർട്ടികളിൽ അങ്ങനെ തന്നെയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് കൃത്യമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ സീറ്റുകൾ മത്സരിക്കണം. ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് കാഞ്ഞങ്ങാട് എന്ന് പറയുന്നത് ഇപ്പോൾ കേരള കോൺഗ്രസ് ജെക്ക് വിട്ടുകൊടുത്ത് കോൺഗ്രസ് മത്സരിച്ച സീറ്റാണ്. അതാണ്. അതുകൊണ്ട് ബാക്കി KPCC നേതൃത്വവുമായി ബന്ധപ്പെട്ട് KPCC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനും 2 KPCCയുടെ ജനറൽ സെക്രട്ടറിമാരായ നീലകണ്ഠനും മക്കിയും കുന്നിൽ ഇപ്പോൾ DCCയിലുണ്ട്. നമ്മൾ ബാക്കി കാര്യങ്ങളൊന്നും കൂടി ആലോചിച്ച് KPCC നേതൃത്വം നമ്മൾ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായും നമ്മൾ ഇവിടെയുള്ള ജില്ലയിലെ കോൺഗ്രസിൻ്റെ 2 KPCC ജനറൽ സെക്രട്ടറിമാരുണ്ട്, UDF കൺവീനറുണ്ട്, MP ഉൾപ്പെടെ എല്ലാവരുമായി കാര്യങ്ങൾ നമ്മൾ ആശയവിനിമയം നടത്തി ബാക്കി കാര്യങ്ങളുമായി ഒന്നും നടത്തിയില്ല. ഒരു ആശയവിനിമയം ഇതുവരെ നടത്തിയില്ല. സ്വാഭാവികമായ ആ തീരുമാനം അല്ല, തീരുമാനം ഇതുവരെ വന്നില്ലല്ലോ. തീരുമാനം വന്നതിന് ശേഷമല്ല പറയുന്നത്. ഇപ്പം തീരുമാനം വന്നിട്ട നമ്മൾ KPCCയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ല, അതൊന്നും കരുതുന്നില്ല. ഇന്ന് രാവിലെ രാജ്മോഹൻ പരോക്ഷമായാണ് പോലും തൃക്കരിപ്പൂർ പരിഗണന ഉണ്ടായിരുന്ന ബാലകൃഷ്ണൻ പെരിയെ ലക്ഷ്യമിട്ടാണ് ഒരു പ്രതികരണം നടത്തി. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇത് രാജ്മോഹൻ ഉൾപ്പെടെ ആ സ്ഥാനാർത്ഥിത്വത്തെ ശക്തമായി എതിർത്തു എന്നാണ് പറയുന്നത്. എന്താണ് അതിൽ താങ്കളുടെ നിലപാട്? അല്ല, രാജ്മോഹൻ ഉണ്ണിത്താൻജിയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ കാലഘട്ടത്തിലും നിലപാടെടുത്തത്. അത് രാവിലത്തെ നിലപാടെടുത്തിട്ടുള്ളത്. ആ നിലപാടാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. എപ്പോഴും ജില്ലയിലെ കോൺഗ്രസ്സുകാർ തന്നെ മത്സരിക്കുമ്പോൾ നിലപാടാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്.